ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ചോളം വെച്ചിട്ടൊരു സ്നാക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ചോളം വെച്ചിട്ടൊരു സ്നാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലൊരു സ്നാക്കാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ണയും ചീസും ഒക്കെയുള്ളൊരു ചോളം കൊണ്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ഗ്രിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കാണുന്ന ബട്ടറും ചീസൊക്കെ ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെയുള്ള പ്രോസസ്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മാതിരി കുക്കറിൽ വെച്ചിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് കുക്കറിൽ 1-2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ബാക്കി സെയിം പ്രോസസ്സ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ 70 CDs ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത് സ്നാക്സ് ആണ്. അപ്പോൾ ഞാൻ അത്ര വലിയ സ്നാക്സ് പ്രിയല്ല. ഞാൻ ആക്ച്വലി മധുരപ്രിയയാണ്. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ സ്നാക്സ് ചോദിച്ചുകൊണ്ട് ഇനി ഡിഫറെൻറ്റ് സ്നാക്സ് ഞാൻ ഇടാൻ നോക്കാം. അപ്പം ഇനി ഇതേപോലെ തന്നെ 70 സീരീസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്ത അതിന് തന്നെ പറ്റുമെങ്കിൽ സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് 7 ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്ത മാതിരി തന്നെ സ്നാക്സിൻ്റെ സീരീസും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും ചോളം വെച്ച് തുടങ്ങാം. ബാക്കി നമുക്ക് പോകുന്ന പോലെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോളം വെച്ചിട്ടുള്ളൊരു സ്നാക്ക് കണ്ടു നോക്കൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ എപ്പോഴും പറയുന്നു വന്നിട്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോളം കൊണ്ടുള്ള സ്നാക്ക് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോളം മുഴുവനായിട്ടുള്ള ചോളം വേവിച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ ഇപ്പോഴും നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടോടെ വേണം തന്നെ ചെയ്യാൻ, എന്നാലേ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ അതിൽ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വേറൊരു ബൗളിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല റൂം ടെമ്പറേച്ചറായിട്ട് ഇരിക്കുന്ന വെണ്ണയാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടർ എടുക്കാം, ഉപ്പുള്ള വെണ്ണ എടുക്കാം. ഇതിപ്പോൾ ഉപ്പില്ലാത്ത വെണ്ണ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഗ്രീൻ പാർട്ട് മാത്രമേ എടുക്കാവുള്ളൂ, ഉള്ളിലുള്ള വൈറ്റ് പാർട്ട് എടുക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ വരണം മാത്രമേ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂൺ വരണം മാതിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങയുടെ തൊലി. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അപ്പോൾ കുരുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൈ വെച്ചിരിക്കുന്നത്. ചെറിയൊരു ലെമൺ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതുമാതിരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് ചീസാണ്. ഇത് പാർമീസൺ ചീസ് മറ്റൊരു ചീസാണ്. അപ്പോൾ അത് ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പാർമീസൺ ആയതുകൊണ്ട് ഞാനപ്പോൾ അത് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ബ്രഷ് ഉണ്ട്. ബ്രഷ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാൻ അതിലോട്ട്, അപ്പോൾ ആ ചൂടിൽ എല്ലാ ഭാഗത്തും എൻ്റെ ഫ്ലേവർ പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ചൂടിൽ തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാർബിക്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ബാർബിക്യൂ ചെയ്തെടുത്തിട്ട് അതോടെ ആ ചൂടോടെ ഇത് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. കാരണം എല്ലാവർക്കും ബാർബിക്യൂ ചെയ്യാൻ അറിയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ല ഓവനിൽ വെച്ചിട്ട് ബാർബിക്യൂ ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ചൂടിലെല്ലാം ഉരുകുന്നു നോക്കൂ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചുകൂടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചൂടിൽ നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മെൽറ്റാവും.
അപ്പം ഇതാ നമ്മുടെ ചീസി കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ ചീസൊക്കെ മെല്ലെ മെൽറ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നുണ്ടോ? ക്യാമറ എന്തോ ഫോക്കസ് ആവത്തെ? കുട്ടി ഫോക്കസ് ആവൂ. കുറച്ചുകൂടി വെളിച്ചത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ കണ്ടോ മെല്ലെ ഇതാ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്നവർക്ക് ഇടത്തീറ്റയ്ക്കും ഒക്കെ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനു മുമ്പ് ഞാനൊരു മസാല ചോളം ഇട്ടത് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് പുതിയൊരു സ്നാക്കായിട്ട് വീണ്ടും കാണാം. ബൈ.